നമസ്തേ. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. നിങ്ങളുടെ ഈ ഒരു വരുന്ന ആഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. 1200 വൃശ്ചിക മാസം 18-ാം തീയതി മുതൽ 24-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ, അതായത് ഇംഗ്ലീഷ് വർഷം 2024 ഡിസംബർ 3 മുതൽ 9-ാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളും നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. ആദ്യമായി മേടൻ രാശി. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്രം വരുന്ന മേടൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്തെ രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ ഇടവത്തിൽ വ്യാഴം, 6-ാം ഭാവത്തിൽ കന്നിയിൽ കേതു, അഷ്ടമത്തിൽ വൃശ്ചികത്തിൽ സൂര്യൻ ബുധൻ, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ, 10-ാം ഭാവത്തിൽ ശുക്രൻ, 11-ാം ഭാവത്തിൽ ശനി, 12-ാം ഭാവത്തിൽ രാഹുവും മാന്തിയും കൂടെ നിൽക്കുന്നു. ഇവിടെ മേടൻ രാശിക്കാർക്ക് യാത്രാ സംബന്ധമായ ദൈവാനുഗ്രഹം ഒക്കെ ലഭിക്കേണ്ടുന്ന വാരമാകുന്നു ഇത്. കാരണം 7-ാം ഭാവം യാത്രാപതിയായ ഗ്രഹം ശുക്രൻ വളരെ ബലവാനായി 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇത് ഇന്ന് മേടൻ രാശിയുടെ ഒരു ബലമാണ്. സാമ്പത്തികമായ വിഷയത്തിലുണ്ടാകുന്ന പല കാര്യങ്ങൾക്കും നല്ല തീരുമാനങ്ങളൊക്കെ ആകാം. കാരണം ചമത്കാര ചിന്താമണിയിൽ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനെ പറ്റി ഇപ്രകാരം വിശേഷിപ്പിച്ചിരിക്കുന്നു: ജനക്ഷുദ്രവാദി ചിരം ചാരു ജീവേത്, ചതുഷ്പാസുഖം ദൈത്യപൂജ്യോ ദദാതി, ജനുഷഷ്ടമേ കഷ്ടസാധ്യോ ജയോർദ്ധ, പുനർവർദ്ധതേ ദീയമാനം ധനർണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാഗ്പതിയായ ഗ്രഹമാണ് ശുക്രൻ 10-ാം ഭാവത്തിൽ നിൽക്കുന്നത്. തൻ്റെ കർമ്മത്തിൽ പലപ്പോഴും തൻ്റെ ദുഷ്ടവാക്കുകൾ കാരണം, മോശപ്പെട്ട വാക്കുകൾ കാരണം തനിക്ക് അവസരങ്ങൾ നശിക്കുവാനുള്ള ധാരാളം സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ വാക്ക് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു മേടൻ രാശിക്കാർ. ക്ഷുദ്രവാദി, ക്ഷുദ്രം വദതി ഇത് ക്ഷുദ്രവാദി. ആരാണോ ക്ഷുദ്രമായി മോശമായി സംസാരിക്കുന്നത് അയാളാകുന്നു ക്ഷുദ്രവാദി. അതിനാൽ 10-ലെ ശുക്രൻ മോശമായി സംസാരിക്കുന്നു. പ്രത്യേകിച്ച് മേടൻ രാശിക്കാർക്ക് ഈ ശുക്രൻ ആരാകുന്നു? അവരുടെ വാക്പതിയാകുന്നു, വാക്കാകുന്നു. അതിനാൽ വാക്ക് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ വാക്കിലൂടെ ധാരാളം ക്ലേശങ്ങളും സുഹൃത്തുക്കൾ നഷ്ടപ്പെടാനും അതേ രീതിയിൽ ശത്രുത സമ്പാദിക്കുവാനും മേടൻ രാശിക്കാർക്ക് ധാരാളം സാധ്യതകൾ കാണുന്നു ഈ ഒരു വാരത്ത്. കർമ്മമേഖലയിൽ ചില സ്ത്രീ സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം. അതിലൂടെ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ പേരുദോഷം വരേണ്ടുന്ന സാധ്യതകൾ കൂടുതൽ കാണുന്നു. 7-ാം ഭാവം സ്ത്രീകളെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു. അത് ഭാര്യാഭാവവുമാണ്. മറ്റ് സ്ത്രീ സൗഹൃദങ്ങളെയും അത് ചിന്തിക്കും. അതിനാൽ ശ്രദ്ധിക്കുക. കാരണം അവിടെ ശുക്രന് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. ശുക്രനും ചൊവ്വയും പരസ്പരം യോഗം ചേർന്നാലും ദൃഷ്ടി ചെയ്താലും പരയുവതിരത, അന്യ യുവതിയിലുള്ള രതി താല്പര്യം വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ സ്ത്രീ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കുക. നാം നല്ല വസ്ത്രം ധരിക്കുക. ശുഭ്രവസ്ത്രധാരിയായി സഞ്ചരിക്കുമ്പോൾ ഒരു കുടം മഷി കുടഞ്ഞാൽ അല്ലെങ്കിൽ മഷി മറിച്ചാൽ ആ വസ്ത്രം ഒന്നിനും പറ്റാതെയാകും. അതിനാൽ തൻ്റെ വ്യക്തിത്വത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങൾ സ്ത്രീകളിൽ നിന്നും ഉണ്ടാകാം. അല്ലെങ്കിൽ തൻ്റെ സീനിയർ ഓഫീസറുമായി സംസാരിക്കുമ്പോൾ വളരെ മോശപ്പെട്ട് തനിക്ക് പ്രകോപിതനായി സംസാരിക്കുമ്പോൾ അത് സ്ത്രീകളെ അപമാനിച്ചു തുടങ്ങിയ കേസുകൾ തനിക്കെതിരെ വരുവാനുള്ള സാധ്യതകളും ധാരാളം കാണുന്നു. എടുത്തുചാടി ചില പ്രയാസങ്ങളിൽ സഞ്ചരിക്കുമെന്ന് ഇവിടെ ജാതകത്തിൽ അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ചമത്കാര ചിന്താമണിയിൽ. ക്രിയാലംബടസ്തഷ്ടമേ കഷ്ടഭാഗി വിദേശീയതാരാൻ ഭജത് വാപ്യ വസ്തു വസു ക്ഷീണത ദസ്യുതോവ വിലംബാത് വിപത് ഗുഹ്യജ ഭാനുനോഗ്ര ഭവേത്തു. ഇവിടെ മേടൻ രാശിക്കാർക്ക് 5-ാം ഭാവാധിപനാകുന്നു സൂര്യൻ. അതിനാൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രാപ്തി കുറയുക. പെട്ടെന്ന് ദുർബുദ്ധിയോടുകൂടി പല കാര്യങ്ങളും എടുത്തുചാടി ദേശം വിട്ടുപോയി യാത്ര ചെയ്ത് അവിടെയുള്ള സ്ത്രീകളുമായി സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, അതിലൂടെ തനിക്ക് അപമാനം നേരിടുക, തന്നെ ധനം നശിക്കുക, ഇതൊക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇവിടെ രേഖാകാരകനായ ബുധൻ അഷ്ടമത്തിലാണ്. പലപ്പോഴും തൻ്റെ രേഖ തനിക്ക് ശത്രുവാകും. അതിന് പുറമെ തന്നെ ഈ എടുത്തുചാട്ടത്തിലുള്ള തീരുമാനങ്ങൾ കാരണം രാജകോപം, ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന കേസുകൾ വരിക, അല്ലെങ്കിൽ കോടതിയിൽ പോകേണ്ടി വരിക, ഇതൊക്കെ ഈ വാരത്ത് സംജാതമാകുന്ന സ്ഥിതിവിശേഷങ്ങളാണ് മേടൻ രാശിക്കാർക്ക്. എങ്കിലും ഇവിടെ ധനാഗമ സ്രോതസ്സും യാത്രാ സൗഭാഗ്യവും ലഭിക്കുന്നു. ഗൃഹനിർമ്മാണത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഭൂമി വാങ്ങാം മേടൻ രാശിക്കാർക്ക്. കാരണം രാശി അധിപനായ 4-ാം ഭാവത്തെ ചിന്തിക്കേണ്ടുന്ന ചന്ദ്രൻ
അതിശക്തമായി 9ാം ഭാവത്തിൽ നിൽക്കുന്നു. കറുത്ത ഭാവമൊക്കെ കഴിഞ്ഞു. അതിനാൽ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ അല്ലെങ്കിൽ അതേ രീതിയിൽ കൃഷികർമ്മങ്ങൾക്ക് സജീവമായി മുന്നോട്ട് നീങ്ങുവാനുള്ള തീരുമാനങ്ങൾ ഇതൊക്കെ തന്നെ മേടൻ രാശിക്കാർക്ക് എടുക്കാം. കർമ്മസ്ഥാനത്തേക്ക് വ്യാഴദൃഷ്ടിയുണ്ട്. വ്യാഴം 2ാം ഭാവത്തിൽ നിന്ന് ഭാഗ്യാധിപനായി നിന്ന് കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതിനാൽ കർമ്മമേഖലയുടെ പുത്തൻ ഉണർവ് പദ്ധതികളൊക്കെ നല്ലതാണ്. യാത്രയിൽ വളരെയധികം ശ്രദ്ധിക്കുക. 4ാം ഭാവത്തിൽ ചൊവ്വയാണ്. അനാവശ്യമായ സൗഹൃദങ്ങൾ നഷ്ടപ്പെടാതെ നോക്കണം. കഴിഞ്ഞ ആഴ്ചയൊക്കെ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്ന വാരമായിരുന്നു. ഈ വാരം സൗഹൃദങ്ങളെ വിളക്കിച്ചേർക്കാൻ, അതിലൂടെ നമുക്ക് ഗുണപരമായ രീതിയിലേക്ക് എത്തിക്കുവാൻ മേടൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്ത് പ്രത്യേക സാമർഥ്യം കാണുന്നുണ്ട്. അതിനായി പരിശ്രമിക്കണം. ഇവിടെ ഇപ്പോഴും പരിഹാരമായി നാം ചെയ്യേണ്ടത് അഷ്ടമത്തിലെ സൂര്യനാണ് പരിഹാരം ചെയ്യേണ്ടത്. മക്കൾക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ വരും. സ്വൽപാത്മജോ നിധനകെ വികരേക്ഷണ, തനിക്ക് നോട്ടത്തിന് വൈകല്യം വരും, കണ്ണുകൾക്ക് ബുദ്ധിമുട്ട് വരും. അതേ രീതിയിൽ സന്താന ശ്രേയസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പേരിൽ കർക്കഹോമം ചെയ്യണം. അതിൽ കൂടുതലാണെങ്കിൽ മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നിങ്ങളുടെ പേരിൽ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സഹായികൾ, സഹോദരങ്ങൾ ശത്രുക്കളായി വരുന്ന വാരമാണ്. അതിനാൽ സഹോദര സുഖം തനിക്ക് കുറയും. അവരുടെ കൂടെ വലിയ കാര്യത്തിലൊക്കെ എടുത്തു ചാടി അവർക്ക് വേണ്ടി പ്രയത്നിക്കേണ്ട വാരമല്ല. കാരണം സഹോദരകാരകനായ ചൊവ്വയും നീചസ്ഥനാണ്. സഹോദരപതിയായ ബുധനും ദുർബലമായ അഷ്ടമത്തിൽ നിൽക്കുന്നു. സഹോദര ബന്ധത്തെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിസ്സാരമായ കാര്യങ്ങൾ കാരണം അകൽച്ച വരുന്ന വാരമാകുന്നു. ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. ബാക്കി എല്ലാ കാര്യത്തിലും ധനസ്രോതസ്, കർമ്മമേഖല, യാത്ര, ഇവയെല്ലാം തന്നെ പുതിയ സൗഹൃദങ്ങൾ, പുതിയ ഗേൾ ഫ്രണ്ട്സ് വരിക, ഇതൊക്കെ തന്നെ മേടൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഭാവിയെ, നല്ല വാരത്തെ കാക്ഷിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇടവൻ രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ലഗ്നത്തിൽ രാശിയിൽ വ്യാഴം, 5ാം ഭാവത്തിൽ കേതു, 7ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, അഷ്ടമത്തിൽ ചന്ദ്രൻ, 9ാം ഭാവത്തിൽ ശുക്രൻ, 10ാം ഭാവത്തിൽ ശനി, 11ാം ഭാവത്തിൽ രാഹു, മാന്തി, ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇവിടെ പ്രധാനപ്പെട്ടൊരു വിഷയം, ആരോഗ്യ വിഷയം കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചന്ദ്രൻ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നു. അഷ്ടമത്തിൽ വരുമ്പോൾ ബഹുമതി വ്യാധിന അർദ്ധിത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. നല്ല ബുദ്ധി പ്രകടിപ്പിക്കും. വ്യാധിന രോഗത്താൽ അർദ്ധിത പീഡിപ്പിക്കപ്പെടും എന്നൊരു ഫലമുണ്ട്. അതിനാൽ ഇടവൻ രാശിക്കാർ ശാരീരികമായ ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വൈറൽ ഫീവർ പോലുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം, ജോണ്ടിസം, മലേറിയ പോലുള്ള രോഗങ്ങൾ ഈ ഒരു വാരം വരാതെ നോക്കുക. ജലജന്യമായ വെള്ളത്തിലൂടെ വരുന്ന രോഗങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. അച്ഛൻ്റെ അനുഗ്രഹം, അച്ഛൻ്റെ സ്വഭാവം, അച്ഛൻ്റെ പൂർവികമായ സ്വത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ ധനം അനുഭവിക്കാൻ യോഗം കൂടുതൽ കാണുന്നു. അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, അല്ലെങ്കിൽ അച്ഛൻ്റെ പഴയ വീട്, അല്ലെങ്കിൽ അച്ഛൻ്റെ കർമ്മമേഖലയിൽ തനിക്ക് അധികാരമോ അല്ലെങ്കിൽ നോക്കി നടത്തുവാനോ ഒക്കെയുള്ള ഒരു സ്ഥിതിവിശേഷം സംജാതമാകുന്നു. പലപ്പോഴും ധനകാര്യ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താൻ വളരെ നല്ലതാണ്. കുസീതം, പലിശയായിട്ട് ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകാം, ധനം ലഭിക്കാം. അതിനാൽ ധനകാര്യ സ്ഥാപനങ്ങൾ, ധനവുമായിട്ട് ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ, വാങ്ങൽ കൊടുക്കൽ, കർമ്മങ്ങൾ, ഇവയെല്ലാം തന്നെ ഇടവൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. അഷ്ടമത്തിലെ ചന്ദ്രൻ സഹോദര ഗുണം കുറയും. ശാരീരികമായ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം. അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമുട്ട് ചെയ്യുക. അതേ രീതിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, രക്തപുഷ്പാഞ്ജലി, കടുംബാഴ്ച വഴിപാട് ചെയ്യുക. ധാരാളം ശത്രുക്കൾ തൻ്റെ കർമ്മമേഖലയിൽ തനിക്കുണ്ടാകുന്ന വാരമാകുന്നു. 7ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. സ്ത്രീവൃഗത പരിഭവം മതകേ പതങ്കേ, 7ൽ സൂര്യൻ വരുമ്പോൾ സ്ത്രീകൾക്ക് തന്നോട് പരിഭവം ഉണ്ടാകുമെന്നാണ്. അതിനാൽ ശ്രദ്ധിക്കണം. സ്ത്രീ വിഷയത്തിൽ ജാഗ്രത പാലിക്കുക. ഭാര്യയെയും സന്തോഷിപ്പിക്കുക. ദ്യുനാഥോ യഥാ ദ്യൂന യാതോ നരസ്യ പ്രിയാതാപനം പിണ്ടപീഡാച ചിന്ത. പ്രിയാതാപനം, തന്നെ പ്രിയക്ക് ഭാര്യയ്ക്ക് താപനം ഉണ്ടാവുക. പിതൃക്കൾ സംബന്ധമായ ദുരിതങ്ങളുടെ സമയവും കൂടിയാകും. ഭവേ തുച്ഛലബ്ധിർ ക്രയ വിക്രയബി, വ്യാപാരത്തിൽ തുച്ഛമായ വരുമാനം മാത്രം ലഭിക്കും, വലിയ വരുമാനം ഉണ്ടാകില്ല എന്ന് സാരം. അതിനാൽ തൻ്റെ വ്യാപാരവും വരവും ചെലവും ഒക്കെ ശ്രദ്ധിക്കണം ഇടവൻ രാശിക്കാർ. പ്രതിസ്പർദ്ധയാ നെയ്തി നിദ്രാം കഥാചിത്, ശത്രു കാരണം തനിക്ക് ഉറങ്ങാൻ കഴിയില്ല. അതിനാൽ അതിശക്തമായ ശത്രുദോഷം വരുന്ന വാരമാകുന്നു. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക. മൃത്യുഞ്ജയ ഹവനം കരു സർവരുചാം ശാന്തയെ വിധേയം സ്യാത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൃത്യുഞ്ജയ ഹോമം കൊണ്ട് എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ടാകാൻ കഴിയുന്നു. തീവ്രതരെ ആഭിചാരേ, എത്ര വലിയ ശത്രുദോഷത്തിനും മൃത്യുഞ്ജയ ഹോമമോ പുഷ്പാഞ്ജലിയോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ഒരു വാരത്തിൽ ഇടവം രാശിക്കാർക്ക് പഠന വിഷയത്തിൽ വളരെ നല്ലതാണ്.
വിവാഹ തീരുമാനങ്ങൾക്കൊക്കെ സാധ്യത കൂടുതൽ കാണുന്നു. സഹോദര ഗുണം കുറയുമെന്ന് ഞാൻ പറഞ്ഞു. കാരണം സഹോദര പതിയായ ചന്ദ്രൻ അഷ്ടമത്തിലും സഹോദര കാരകനായ ചൊവ്വ, സഹോദരങ്ങളെ ചിന്തിക്കേണ്ടുന്ന ചൊവ്വ നീചസ്ഥനായി 3-ൽ നിൽക്കുന്നു. സഹോദര കാരകനായ ഗ്രഹം സഹോദര ഭാവമായ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ മോശമാണ്, പ്രത്യേകിച്ച് നീചസ്ഥനായി നിൽക്കുന്നു. അതിനാൽ സഹോദരങ്ങൾക്ക് വേണ്ടി വഴിപാടുകളൊക്കെ ചെയ്യുക, അവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ. ഈ രാശിയിലൊരു മാനവശ്രേഷ്ഠ യോഗമുണ്ട്. ധനസ്ഥാനം വളരെ നല്ലതാണ്. അതിനാൽ ധനവിഷയത്തിൽ കർമ്മമേഖലയിൽ തനിക്ക് അഭിവൃദ്ധി വരും. വ്യാപാരത്തിലുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ദോഷപരിഹാരവും നിർദ്ദേശിച്ചു. എല്ലാ ഇടവൻ രാശിക്കാർക്കും അതിശോഭനമായ ഒരു നല്ല വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മകേര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാവുന്നു. ഇന്ന് മിഥുനൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ ചൊവ്വ, 4-ാം ഭാവത്തിൽ കേതു, 6-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 7-ാം ഭാവത്തിൽ ചന്ദ്രൻ, 9-ാം ഭാവത്തിൽ ശനി, 10-ാം ഭാവത്തിൽ രാഹു, മാന്നി 12-ൽ വ്യാഴം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു വാരഫലത്തിൽ 2-ാം ഭാവത്തിൽ കടത്തെ ചിന്തിക്കുന്ന ചൊവ്വ ധനസ്ഥാനത്ത് നിൽക്കുന്നതും അന്ന് ധനാധിപനായ ചന്ദ്രൻ വളരെ നീചസ്ഥനും ദുർബലനുമായിരുന്നു. അതിനാൽ ധനസംബന്ധമായ വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ വാരം. പക്ഷേ ഈ ഒരു വാരം അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായി നമുക്ക് ചന്ദ്രൻ ബലവാനായി 7-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ആ ചന്ദ്രൻ ഒരു യോഗകാരകനാണ്. ചന്ദ്രൻ 2-ൽ ശുക്രൻ നിൽക്കുന്നു. കാമീ ഭൃഗോ ബഹുധനി വിഷയോപഭോക്ത, വിഷയസുഖങ്ങൾക്കായി ധാരാളം കാശ് ചെലവഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ധനം വരും. മെറ്റീരിയലായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി കാശ് ധാരാളം ചെലവഴിക്കപ്പെടുന്ന വാരമാകുന്നു. ഇവിടെയും ഇപ്പോഴും കഴിഞ്ഞ വാരത്തെ പോലെ തന്നെ മിഥുനൻ രാശിക്കാർക്ക് രാശിധിപനായ ബുധൻ ദുർബലമായി 6-ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അത് ശത്രുഭാവത്തിലാണ് നിൽക്കുന്നത്. വിരോധോ ജനാനാം നിരോധോ രിപൂണാം പ്രബോധോ യദീനാം ച രോധോ നിനാനാം. ഇവിടെ ജനങ്ങളുമായി വിരോധം, ശത്രുക്കൾ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. യതിയെപ്പോലെ സന്യാസിയെപ്പോലുള്ള പ്രബോധനം ഉണ്ടാക്കുന്നു. 9-ാം ഭാവത്തിൽ ശനിയാണ്. ഒരു തരത്തിൽ ശരിക്കുള്ള സന്യാസിയെപ്പോലെയുള്ള ജീവിതം നയിക്കുവാനുള്ള യോഗമൊക്കെ ഈ വാരത്തിൽ കാണുന്നു. വായു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഗ്യാസ് അസിഡിറ്റിയുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ബലാത്കാരേണ തനിക്ക് ധനം കിട്ടുമെന്നാണ്. അതിനാൽ ഏതെങ്കിലും രീതിയിൽ ധനസമ്പാദനത്തിന് അനുകൂലമായ സമയമാണ്. ഇവിടെ ധനാധിപനായ ചന്ദ്രൻ ബലവാനായി എഴുന്നേൽക്കുന്നുണ്ട്. അതിനാൽ ഏതെങ്കിലും രീതിയിൽ പെട്ടെന്നുണ്ടാകുന്ന ചില ധനപരമായ ലാഭങ്ങളോ ഗുണങ്ങളോ ഈ ഒരു വാരത്ത് കൂടുതൽ കാണുന്നു. ബലാത് അർത്ഥകർ ശത്രുഭാവേ, ബലാത്കാരേണ ധനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക സ്ഥിതി കഴിഞ്ഞ വാരത്തേക്കാൾ ഈ ഒരു വാരത്ത് കുറേ കൂടി മെച്ചപ്പെടുന്ന ഒരവസ്ഥ മിഥുനൻ രാശിക്കാർക്ക് കാണപ്പെടുന്നുണ്ട്. അഷ്ടമത്തിൽ ശുക്രനാണ്. മക്കൾക്ക് വല്ല അരിഷ്ടതയുടെ സമയമാണ്. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന മക്കൾക്ക്, പ്രത്യേകിച്ച് മെഡിക്കൽ പാരാമെഡിക്കലുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഈ നക്ഷത്രക്കാർക്ക്, ഈ രാശിക്കാർക്ക് യാത്ര ചെയ്യുവാൻ അനുകൂലമായ സമയമാണ്. അതിനാൽ പഠന വിഷയത്തിൽ മെഡിക്കലുമായി ബന്ധപ്പെടുന്ന പാരാമെഡിക്കലുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ ഒരു വിദേശയാത്ര യോഗമുണ്ടെങ്കിൽ അതിന് ശ്രമിക്കുക. പ്രത്യേകിച്ച് പഞ്ചകർമ്മ പോലുള്ള ചികിത്സകൾ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുകൾക്കൊക്കെ തന്നെ വിദേശത്തൊക്കെ ഒരു അവസരം വരാൻ ഈ ഒരു വാരം വിനിയോഗിക്കുക. ഇവിടെയും സഹോദര പതിയായ ആദിത്യൻ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശത്രുക്കളെ താൻ നശിപ്പിക്കും. പക്ഷേ സഹോദരങ്ങൾ തനിക്ക് ശത്രുക്കളായി വരാതെ താൻ നോക്കേണ്ടിയിരിക്കുന്നു. 2-ാം ഭാവത്തിലെ ചൊവ്വ സാമ്പത്തിക വിഷയത്തിൽ പലപ്പോഴും ശ്രദ്ധയില്ലായ്മ കാരണം ധനനാശം ഉണ്ടാകും. അതിനാൽ ആലോചിച്ച് മാത്രം സാമ്പത്തികമായ വിഷയങ്ങളിൽ ഇടപെടുക. അഷ്ടമത്തിലെ ശുക്രൻ സ്നേഹം കൊടുത്ത് ദുഃഖം വാങ്ങുമെന്നാണ്. അതിനാൽ കാശ് കൊടുത്താൽ തന്നെ സ്വന്തം ആളുകൾക്ക് കൊടുത്താൽ അത് തിരിച്ചു കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുകൾ വരും. സത്പാത്രങ്ങളിൽ അറിഞ്ഞു മാത്രം ദാനം ചെയ്യുക, വാങ്ങുക, കൊടുക്കുക. അതിൽ യാതൊരു തെറ്റുമില്ല. പലപ്പോഴും മനസ്സിലാക്കി മാത്രം നാം ധനപരമായ വിഷയത്തിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കണം. മിഥുനം രാശിക്കാർക്ക് മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും മിഥുനൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്തില്ല. ഇവിടെ ദോഷപരിഹാരമായി അഷ്ടമത്തിലെ ശുക്രന് പരിഹാരമായി നിർബന്ധമായും ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദേഹമൊട്ടി ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ശത്രുദോഷം നശിക്കാൻ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കുക. എല്ലാവിധ മംഗളങ്ങളും.